അസ്സലാമു അലൈക്കും. ഞാൻ ജംഷീദ് മഞ്ചേരി. നിങ്ങളിൽ കുറച്ചാളുകൾക്കൊക്കെ എന്നെ അറിയാമെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഇന്നലെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഗായകൻ തൻസീർ കൂത്തുപറമ്പിൻ്റെ ഒരു ചെറിയ വിഷയമായിട്ട്. അതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്ന് പല ആളുകളും എന്നെ വിളിക്കുന്നുണ്ടായി. പല ആളുകളും വാട്സാപ്പിലൊക്കെ അതിൻ്റെ സോഷ്യൽ മീഡിയാസിലൊക്കെ അതിൻ്റെ കുറേ കാര്യങ്ങൾ വളച്ചൊടിച്ചിട്ടൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആ കാര്യങ്ങൾ ഫേസ്ബുക്കിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% സത്യമായുള്ള കാര്യം. കഴിഞ്ഞ വർഷം ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് ഞങ്ങൾ ഇനിയൊരു പ്രണയം വേണ്ട എന്നൊരു വർക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നും ഞാൻ വരുവോളം പടിവാതിലടക്കാതെ ആ പാട്ടൊക്കെ ഉള്ളൊരു വർക്ക്, ഇനിയൊരു പ്രണയം വേണ്ട എന്നുള്ള ആ വർക്ക് അനൗൺസ് ചെയ്ത് ആ വർക്കിലെ ഒരു പാട്ട് തൻസീർ കൂത്തുപറമ്പിന് പാടാൻ വേണ്ടി ഞാൻ എറണാകുളത്ത് നിന്ന് അദ്ദേഹത്തെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് അന്ന് എൻ്റെ റെമ്യൂണറേഷനും കാര്യങ്ങളെല്ലാം ഫൈനലൈസ് ചെയ്തു. അന്ന് അദ്ദേഹം പറഞ്ഞത് എൻ്റെ പാട്ട് പാടാൻ 5000 രൂപ, അഭിനയിക്കാൻ 5000 രൂപ. രണ്ടും ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് സംസാരിച്ചിട്ട് അങ്ങനെ പാട്ട് പാടിച്ചു. കൊയിലാണ്ടി പോയി പാട്ട് പാടി. അതിൻ്റെ പേയ്മെൻറ്റ് അന്ന് കൊടുത്തു. അന്ന് മുതൽ നല്ല ഫ്രണ്ട്സായിട്ട് മാറി. പിന്നെ ഡെയിലി അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം കൂടി വിളിക്കുന്ന അത്രയും നല്ലൊരു ഫ്രണ്ട്സായിട്ട് മാറി. അങ്ങനെ അതിന് ശേഷം പിന്നെ ഇതിന് ഷൂട്ട് ചെയ്യാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യുകയും ഷൂട്ട് ചെയ്യുകയും അതിന് ഷൂട്ട് ചെയ്ത് പിറ്റേ ദിവസം കൊണ്ടോട്ടി മാക്ബ്രോ സ്റ്റുഡിയോയിലേക്ക് 5000 രൂപ ഞാൻ കൊണ്ടു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു. എന്നിട്ടെല്ലാം കഴിഞ്ഞ് എഡിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രൊഡ്യൂസറും ഞങ്ങളും കൂടെ സെല്ലുലോർ എൻ്റർടൈൻമെൻറ്റ് എന്ന കമ്പനി അവരുടെ യൂട്യൂബ് ചാനലിലേക്ക് ഈ പാട്ട് അപ്ലോഡ് ചെയ്തു. ഈ പാട്ട് അപ്ലോഡ് ചെയ്ത് 2 ദിവസം കൊണ്ട് 5700ഓളം വ്യൂവേഴ്സ് കയറി. അന്ന് എൻ്റെ ഫോണിലേക്ക് തൻസീർ കൂത്തുപറമ്പ് വിളിച്ചിട്ട് പറഞ്ഞു, ആ പാട്ട് പിന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യരുത്, അതെൻ്റെ ചാനലിലേക്ക് ഇടണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇത് എങ്ങനെ ശരിയാവും? കാരണം നമ്മൾ അങ്ങനത്തെ ഒരു കാര്യമൊന്നും പറഞ്ഞിട്ടോ കാര്യമൊന്നുമില്ല. മാത്രമല്ല നിങ്ങൾ ചോദിച്ച പേയ്മെൻറ്റ് അന്ന് തന്നിട്ടുണ്ട്. ഈ ഒരു ഭാഷയിലല്ല സംസാരിച്ചത് തൻസീറെ, ആ ലെവലാണ്, ഫ്രണ്ട്ലി ലെവലാണ് സംസാരിച്ചത്. പക്ഷെ അന്ന് അദ്ദേഹം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. 3 ദിവസം കഴിഞ്ഞ സമയത്ത് ഈ പാട്ട് നോക്കുന്ന സമയത്ത് ചാനലിൽ കാണുന്നില്ല. മലയാള മനോരമ എന്നുള്ള കമ്പനിയുടെ CMS വെച്ചിട്ട്, അവരുടെ യൂട്യൂബ് CMS വെച്ച് ഈ പാട്ട് ഡിലീറ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് പോയ സമയത്ത് നമുക്കറിയാൻ കഴിഞ്ഞത് തൻസീർ കൂത്തുപറമ്പാണ് ഇത് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടി? അതാണ് ഞങ്ങളുടെ ചോദ്യം. ഞങ്ങളുടെ ചാനലിൽ 60000 രൂപയോളം ഇത് മുടക്കിയ പ്രൊഡ്യൂസർക്ക് ഒന്നും കിട്ടാത്ത അവസ്ഥ, ഇന്നും ഒരു രൂപ പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥ ഉണ്ടാക്കി തീർത്തു ഈ ഒരൊറ്റ പരിപാടി കൊണ്ട്. അന്ന് ഞാൻ ഈ കാര്യത്തെ ഡിസ്കസ് ചെയ്ത് ഹൈക്കോടതി വക്കീൽ PS രാജൻ സാറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ സൈബർ ക്രൈമാണ്, അപ്പോൾ മുന്നോട്ട് പോകണമെങ്കിൽ മുന്നോട്ട് പോകാം, കാരണങ്ങൾ പിന്നെ ചതിഞ്ഞ് നമുക്കിതിൻ്റെ ഒരു വിങ്ങുണ്ട്, നമുക്ക് സംസാരിക്കാം, വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് അന്ന് പറഞ്ഞത്, അത് പോട്ടെ ജംഷി, നീ കണ്ടിന്യൂ ചെയ്യാനുള്ള ആളാണ്, നീ അതിൻ്റെ പേരൊരു ഇഷ്യൂ ഉണ്ടാക്കണ്ട. അപ്പോൾ ഞാൻ അന്ന് അതുകൊണ്ടാണ് ഞാൻ കേസോ കാര്യങ്ങളോ ഫയൽ ചെയ്യാണ്ട് ഞാനത് പിന്നെ സൈബർ ക്രൈമായിട്ട് മാറ്റാതെ അതിനെ വിട്ട് കളഞ്ഞതാണ്. അത് പ്രൊഡ്യൂസറായിട്ട് സംസാരിച്ചു, അവരെന്താ വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞ് മിനിയാന്ന് 3 ദിവസം മുമ്പേ ഇത് തൻസീർ കൂത്തുപറമ്പിൻ്റെ താൽബോയ്സ് വിഷൻ എന്ന ചാനലിൽ ഈ പാട്ട് അപ്ലോഡ് ചെയ്തു. ഞങ്ങൾ ആ കേസ് വിട്ടു, ഇനിയിപ്പോൾ എന്തോ ആവട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളത് ഒഴിവാക്കി. അതിനുശേഷം തൻസീറായിട്ട് കോണ്ടാക്റ്റ് ഒന്നുമില്ല. ഇത് പിന്നെ അവൻ്റെ ചാനലിൽ ഇട്ടതിന് ശേഷം എന്നെ ഒരാളെ ഇൻഫോം ചെയ്തു. ഞാനത് വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ പാട്ട് യൂട്യൂബിൽ ഇറങ്ങാനുള്ള സന്തോഷത്തോടു കൂടി ചെന്ന് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് പാട്ട് കാണുന്നില്ല. അത് ഞാൻ നോക്കി താൽബോയ്സ് ഈ പറഞ്ഞ ചാനലിൽ പോയിട്ട് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇനിയൊരു പ്രണയം വേണ്ട, തൻസീർ കൂത്തുപറമ്പ് 2016 ഹിറ്റ് ആൽബം. അതിൽ പാട്ട് എഴുതിയേക്കുന്നത് ഞാനാണ്, അതിൽ പാടിയേക്കുന്നതും പകുതി ഞാനാണ്. എൻ്റെ ഒരു പേര് പോലും ഒരു സ്ഥലത്തും പരാമർശിക്കാതെ മേക്കപ്പ് മാൻ മുതൽ ഡയറക്ടർ വരെയുള്ള പേരുകൾ താഴെ അതിനകത്ത് എൻ്റർ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളെങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാൻ മാത്രം എന്ത് തെറ്റാണ് നമ്മൾ ചെയ്തത്? ഇതാണ് സംഭവം. കാരണം ഇങ്ങനെ ഈ ഒരു അനുഭവം മാത്രമല്ല, ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്നുള്ളൊരു വർക്കിലേക്ക് എൻ്റെ കുറച്ച് MP3 തൻസീർ ചോദിച്ചു. അന്ന് ഭയങ്കര ഫ്രണ്ട്ലി ലെവലാണ്, ഞാൻ കൊടുത്തു. എൻ്റെ എന്നും ഞാൻ വരുവോളം ഇനിയൊരു പ്രണയം വേണ്ട എന്നൊരു പാട്ടും കൂടെ ഞാൻ കൊടുത്തു. അതിൽ പോലും അത് ഞാൻ മാത്രമല്ല, സക്കരിയ മുല്ലപ്പറമ്പ്, പിന്നെ മറ്റ് സിംഗേഴ്സിൻ്റെയൊക്കെ പാട്ടുണ്ട്, ഇവരുടെയൊക്കെ പേര് കൊടുത്തേക്കുന്നത്, തൻസീർ കൊടുത്തേക്കുന്നത്, എൻ്റെ പേര് കൊടുത്തേക്കുന്നത് ജംഷീർ എന്നാണ്. അതായത് ഒരു സ്ഥലത്ത് പോലും നമ്മുടെ പേര് പൊങ്ങി വരാൻ പാടില്ല എന്നുള്ള ശക്തമായ നിഗൂഢമായ ഒരു ചിന്താഗതികളുള്ള ആളാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ നിങ്ങൾ നോക്കിയാൽ യൂട്യൂബിൽ അടിച്ചാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ അതിലൊക്കെ കൊടുത്തിരിക്കുന്നത് ജംഷീർ, സക്കരിയ, ഒരാളുടെ പേരും ഫുള്ളില്ല, എൻ്റെ പേര് ഫുൾ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്.
ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു പാട്ട് എന്നെ കൊണ്ട് പാടിക്കുകയുണ്ടായി. അതിലും ജംഷീറാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പേര് ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യം? അപ്പം നമ്മളൊക്കെ ഇതിനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന വ്യക്തികളാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ഇതിനകത്തേക്ക് പിന്നെ ഇതിനൊരു താല്പര്യം ചെറുപ്പം മുതലുള്ള താല്പര്യം കൊണ്ട് വന്നതാണ്. അപ്പോൾ നമ്മളൊക്കെ പാടിയ വിരലിൽ എണ്ണാവുന്ന പാട്ടുകളെ പാടിയിട്ടുള്ളൂ. പക്ഷെ അതുവഴി ജനങ്ങൾ പാട്ട് ഇഷ്ടപ്പെടുന്നവർക്കിടയിൽ സ്ഥാനം കിട്ടിയാൽ. പക്ഷേ ഈ തൻസീർ കൂത്തുപറമ്പ് എന്ന വ്യക്തി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? മറ്റുള്ളവർ പിന്നെ ഒരുപാട് അദ്ദേഹം ആവശ്യപ്പെട്ട പൈസ നമ്മൾ കൊടുത്തതാണ്. 10,000 രൂപ അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം നമ്മൾ കൊടുത്ത പൈസയാണ്. അതിനുശേഷം പിന്നെ നമ്മുടെ ചാനലിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ സൈബർ വിങ് പിന്നെ ഉള്ള ഹോൾഡ് വെച്ചിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആൾ സ്വാധീനം സാമ്പത്തിക പിന്നെ ശേഷി വെച്ചിട്ടും നമ്മളെപ്പോലത്തെ പാവങ്ങൾ എന്തിനു ദ്രോഹിക്കണം? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് എൻ്റെ ഫേസ്ബുക്കിൽ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൽ കമൻറ്റ് ചെയ്തേക്കുന്ന 100ൽ 99 കമൻറ്റും ഈ ഒരു നമ്മൾ അനുകൂലിച്ചിട്ടാണ്. കാരണം അവർക്കൊക്കെ ഈ നെഗറ്റീവ് റിഫ്ലക്ഷൻ ഉണ്ടായ ആളുകളാണ്. തൻസീർ കൂത്തുപറമ്പ് എന്ന വ്യക്തിയിൽ നിന്ന് ഉണ്ടായ ആളുകളാണ്. അപ്പം എനിക്ക് ഒരുപാട് സീക്രട്സ് അറിയാം. പണ്ട് പിന്നെ ഒരു പ്രമുഖ ഗായകനെതിരെ ഉണ്ടായൊരു വിഷയത്തിൽ പോലും ഉള്ള കുറേ കാര്യങ്ങൾ പിന്നെ എനിക്കറിയാം. പക്ഷെ അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ ആവശ്യമാകുന്ന സമയത്ത് പുറത്തു വിടും. അപ്പോൾ ഇതൊക്കെ നമ്മളൊരാളെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനോ എന്നല്ല. കാരണം നമുക്കൊക്കെ ഉണ്ടായ വേദന അത്രത്തോളം ഉണ്ട്. കാരണം കൂടെ നിന്ന് കൂടെ കൊണ്ട് നടന്ന് എന്നിട്ട് തോളിൽ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ചങ്കിൽ അമർത്തി കൊല്ലുന്നൊരു പ്രകൃതമാണിത്. ഭയങ്കരമായിട്ടുള്ളൊരു വേദന ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഈ ഗായകൻ, ഈ തൻസീർ കൂത്തുപറമ്പ് എന്ന വ്യക്തിക്ക് എന്താണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ? ഞങ്ങളെന്ന് പറയുമ്പോൾ ഇന്നലെ ഫേസ്ബുക്കിൽ പറഞ്ഞു പുതിയ ഗായകരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം തൻസീറിന്. ഈ പറഞ്ഞ ഇന്ന് തൻസീർ കൂത്തുപറമ്പിൻ്റെ കൂടെ ഇപ്പോൾ പെട്ടെന്ന് വന്നിട്ട് കയറി ഞാനും അദ്ദേഹത്തിൻ്റെ ആളെന്ന് പറഞ്ഞിരിക്കുന്ന ഗായകർ, പുതിയ ഗായകർ 1-2 ആളുകൾ, അവരൊക്കെ ഒരുപാട് പ്രാവശ്യം ഈ തൻസീർ കൂത്തുപറമ്പിനെതിരെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ വ്യക്തികളാണ്. അപ്പോൾ ഇത് നമുക്കൊക്കെ കൂടുതലായിട്ട് അറിവായത് ഇപ്പോഴാണ്. അപ്പോൾ എന്താ പറയുക, കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്ന് പറഞ്ഞ പോലെ ഇൻഷാ അല്ലാഹ് വൈകാതെ എല്ലാവർക്കും മനസ്സിലാവും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എത്രത്തോളം വേദന ഉണ്ടാക്കിയിട്ട് പിന്നെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്, എനിക്ക് ഈ എന്താ പറയുക പുതിയ ഗാനങ്ങൾ, എൻ്റെ ഗാനങ്ങൾ ഹിറ്റാവാത്തതിനുള്ള വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നുള്ള. ഹിറ്റാവാൻ മാത്രം ഗാനങ്ങൾ ഞാൻ പാടിയിട്ടില്ല, എല്ലാവർക്കും അറിയാം. എൻ്റെ ഒരു 3, 4, 5 പാട്ട് മാത്രമേ ലൈവായിട്ടുള്ളൂ. അത് യൂട്യൂബിൽ തന്നെ കുറഞ്ഞ കണ്ടന്റ് മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ഞാൻ എനിക്ക് ഇറങ്ങാത്ത പാട്ടിനെ ഹിറ്റാക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യേണ്ട കാര്യം? അതൊന്നുമല്ല, സത്യാവസ്ഥ ഇതാണ്. കാരണം ഒരാളെ മുകളിലേക്ക് വരാൻ സമ്മതിക്കില്ല എന്നുള്ള ശക്തമായ തീരുമാനമാണ്. ഇപ്പോൾ പറയും കഴിവുണ്ടെങ്കിൽ മുകളിലേക്ക് വന്നിടാൻ. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. എൻ്റെ അടുത്ത് സംസാരിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനത് വെളിവാക്കുന്ന സമയത്ത് വെളിവാക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്ന്